പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ, ജ്ഞാനായ അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയ കാസ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം പുറപ്പാട്. AD 345 ജ്ഞായിത്വമയുടെയും ഉർഹാമാറിസപ്പിൻ്റെയും നേതൃത്വത്തിൽ ദക്ഷിണ മെസപ്പൊട്ടേമിയയിൽ നിന്നും 7 ഇല്ലങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളായി 400ഓളം പേർ കൊച്ചു കേരളത്തിലെ കൊടുങ്ങല്ലൂരിലേക്ക് നടത്തിയ ആദ്യ യാത്ര, ആദ്യ ജ്ഞാനായ കുടിയേറ്റം. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമുണ്ടായ പട്ടിണിയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ലഭ്യതക്കുറവും സർ CP രാമസ്വാമി അയ്യരുടെ ദിവാൻ ഭരണത്തിലെ കാർഷിക ദ്രോഹ നടപടികളും ബർമയിൽ നിന്നും മറ്റും വന്നിരുന്ന അരിയുടെ ലഭ്യതക്കുറവും ജനങ്ങളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ജീവിക്കാൻ മാർഗമൊന്നുമില്ലാതെ നമ്മുടെ ഭാവി ഇനി എന്ത് എന്നുള്ള ചോദ്യം അവരെ വേട്ടയാടി. മലബാറിലെ പൊന്നു വിളയുന്ന ഭൂമിയിലേക്ക് ഒരു സംഘടിത കുടിയേറ്റം എന്ന ആശയവുമായി പ്രൊഫസർ VJ ജോസഫ് ഖണ്ടോത്ത് അഭിവന്ദ്യ അലക്സാണ്ടർ ചൂളിപ്പറമ്പിൽ പിതാവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാടിന് 25 കിലോമീറ്റർ കിഴക്ക് കുടിയേറ്റത്തിന് അനുസൃതമായ 1800 ഏക്കർ സ്ഥലം രൂപത ആധാരം ചെയ്ത് വാങ്ങി. 12 ഏക്കർ സ്ഥലം വീതം 72 ഭാഗങ്ങളായി തിരിച്ച് കുടിയേറ്റത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ആരാ അത്? കുര്യാക്കമാണോ? അതെ ചാച്ചാ, ഞാനാ. എടി ഏലിക്കുട്ടിയെ, കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങെടുത്തു. എന്താ ഒരു ചൂട്. എടാ കുര്യാക്കോ, എങ്ങനെയുണ്ടോടാ കപ്പയുടെ വിളവൊക്കെ? ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാവുമോ? വലിയ മെച്ചമൊന്നുമില്ല ചാച്ചാ. മഴയില്ലാത്ത കാരണം മൂട്ടിൽ വെള്ളമൊന്നുമില്ല. ഉള്ളത് മുഴുവൻ പന്നിയിലെയും കൊണ്ടുപോയി. ഇപ്രാവശ്യം എലിയുടെ ശല്യം വളരെ കൂടുതലാണ്. എൻ്റെ തമ്പുരാനെ, ഇതെന്തൊരു പരീക്ഷണം! ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ? ഇവിടെ ഒരു മണി അരി പോലും കിട്ടാനില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആകെ ഒരു പ്രതീക്ഷ കുറച്ച് കപ്പയിലായിരുന്നു. അതിപ്പോ ഇങ്ങനെയും ആയി. ചാച്ചൻ വിഷമിക്കാതെ. വാ വേറിയ ദൈവം എന്തേലും വഴി കാണിച്ചു തരും. ചാച്ചാ, ഇന്നലെ പള്ളിയിൽ കുർബാന കിടക്കുക അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ? എന്താടാ, ആ മലബാറിലെ സ്ഥലത്തിന്റെ കാര്യമാണോ? അതേന്നേ, 1800 ഏക്കറാ രൂപത മേടിച്ചിരിക്കുന്നേ. അതിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ പേര് കൊടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാനും ഒന്ന് പേര് കൊടുത്താലോ ചാച്ചാ? അതെങ്ങനെ ശരിയാകും കുര്യാക്കോ? ഒന്നാമത് ആ സ്ഥലത്തിന്റെ ഒരു ഭാഗം വാങ്ങാൻ നമ്മുടെ പൈസ ഇല്ല. പിന്നെ വയസ്സാങ്കാലത്ത് ഞങ്ങളെ നോക്കാൻ നീ ഒരു ആൺതരിയെ ഇവിടെ ഉള്ളൂ. അപ്പൊ നീ പോയാലെങ്ങനെയാ? ചാച്ചാ, നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ? എന്നിട്ട് എന്ത് കിട്ടി? ഇപ്പൊ ദയവായിട്ട് നമുക്കൊരു അവസരം കൊണ്ടുവന്ന് തന്നതാ. ഇതിലൂടെ നമ്മൾ രക്ഷപ്പെടും ചാച്ചാ. മാത്രമല്ല, പൈസയുടെ കാര്യം ഓർത്ത് ചാച്ചൻ വിഷമിക്കണ്ട. നമ്മുടെ തൊണ്ടൻകുഴിയിലെ ചാക്കോയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും പപ്പാതിക്ക് സ്ഥലം വാങ്ങാം. ഏക്കറിന് 6 രൂപയല്ലേ ആകുന്നുള്ളൂ. പിന്നെ നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങളാ പോകുന്നത്. എന്നതാ പറയേണ്ടെന്ന് എനിക്കറിയാൻ മേല. നീ നിന്റെ ഉചിതം പോലെ ചെയ്യ. കർത്താവേ, കാത്തോളണേ. എടാ കുര്യാക്കോ, നീ എന്നതായി പറയുന്നേ? ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാനാണോ നിന്റെ പരിപാടി? ഒരു മേലായ്മ വന്നാൽ ആരാടാ ഞങ്ങൾക്കുള്ളത്? അമ്മേ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകാൻ വയ്യ. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നും കാണുന്നില്ല അമ്മേ. അപ്പോൾ മലബാറിന് പോകാനാണോ തീരുമാനം? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എത്ര നാളിങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയും? നമ്മുടെ കാര്യം പോട്ടെ, പിള്ളേർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ?
ആടിൻ്റെ ആണെ കറവയും പറ്റി. ഇതിപ്പം ദൈവം തന്നൊരു പിടിവള്ളിയാ, ഇതിൽ പിടിച്ച് കയറിയേ പറ്റുമോ? പിന്നെ നിന്നെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ എനിക്കൊട്ടും മനസ്സും വരുന്നില്ല. എന്നെ ഒറ്റയ്ക്കാക്കി പോകാനോ? ഇല്ല, ഞാനും വരും നിങ്ങളുടെ കൂടെ. അതൊന്നും ശരിയാകൂല. ഈ വയറ്റിലുള്ള നിന്നെയും കൂട്ടി ഇത്രയും ദൂരം പോകാനോ? പറ്റത്തില്ല. പിന്നെ നമ്മുടെ മേൽപ്പെണ്ണെ ആര് നോക്കും? ഇല്ല, പോകുവാന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോയാൽ മതി. ചാച്ചൻ്റെ അമ്മയുടെയും കാര്യം നമ്മുടെ ത്രേസ്യ ചേച്ചി നോക്കിക്കോളൂന്നേ. ഇവിടെ അടുത്തല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നേ. അല്ലേലും നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ആര് വെച്ചുണ്ടാക്കി തരാനാ? എന്ത് കഷ്ടപ്പാടാണേലും നമുക്ക് ഒന്നിച്ചനുഭവിക്കാന്നേ. ആ, തമ്പുരാൻ എന്തേലും വഴി കാണിച്ചു തരട്ടെ. കാത്തോണെ. ആയിരത്തി 1943 ഫെബ്രുവരി മാസം 2-ാം തീയതി ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട ചെർശ്ശേരിയിൽ മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് അവർ ബുധനാഴ്ച 4 മണിയോടുകൂടി കാഞ്ഞങ്ങാട് ട്രെയിനർ. ദൂരെ ദൂരെ നിന്നും വന്നൊരു പുതിയ ജനധാര, ജ്ഞാനായ ജനധാര, മലബാറിൻ മണ്ണിൽ നവയുഗത്തിൻ സ്മൃതികൾ അവർ തീർത്തു. മലബാറിൻ മണ്ണിൽ നവയുഗത്തിൻ സ്മൃതികൾ അവർ തീർത്തു. ഒരു പുതിയ പുറപ്പാടിൻ ജനതതിയായവർ മണ്ണിൽ ഹൃദയം ദൈവഹിതത്തിൽ തുറച്ചു നിർത്തി സഹനം മറികടന്നു. തലമുറയ്ക്കേകുവാനൊരു ചരിത്രഗാഥയും ഉദയം കൊണ്ടു. ആ, പകുതി വഴിയായെന്നാ തോന്നുന്നത്. അതെ അതെ, ഇനി ഒരു 200 ഫർലോങ്ങും കൂടി കാണും. കുറച്ചുകൂടി ചെന്നിട്ട് നമുക്ക് നടുവൊന്നും നോർക്കാം. ഓ, മടുത്തു. കാലൊക്കെ മുറിഞ്ഞല്ലോ. ഇനി എത്ര ദൂരം ഉണ്ടാവുമോ? അവരെ ഒന്നും കാണുന്നുമില്ലല്ലോ. ആ ശരിയാ, മടുത്തു. അമ്മേ, എനിക്ക് ദാഹിക്കുക. കുറച്ച് വെള്ളം താ. അയ്യോ കൊച്ചേ, വെള്ളം ചാച്ചൻ്റെ കയ്യിലാണല്ലോ. അവരാണെ മുന്നോട്ടും പോയല്ലോ. അയ്യോ മേരി, നിൽക്ക്, ഒറ്റയ്ക്ക് പോവണ്ട. എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനിയും കുറെ ദൂരം കൂടി പോകാനുണ്ട്. ഓ വയ്യ, നടു ഒടിഞ്ഞു. ഇനി കുറച്ച് ഇരുന്നിട്ട് പോയാൽ മതി. എവിടെ മേരിക്കുഞ്ഞ്? അവള് നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? അയ്യോ, അവൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നല്ലോ. ദൈവമേ, അപ്പോ എൻ്റെ കുഞ്ഞെവിടെ? മേരിപ്പെണ്ണേ, മോളെ, മേൽപ്പെണ്ണേ, മോളെ, മേൽപ്പെണ്ണേ, മേരി, മേരിപ്പെണ്ണേ. മോളെ, മേൽപ്പെണ്ണേ, മോളെ. ദേ നമ്മുടെ കുഞ്ഞ്. യാത്രയിൽ ഉടനീളം നേരിട്ട കഷ്ടപ്പാടുകൾ എല്ലാം അതിജീവിച്ച് 1943 ഫെബ്രുവരി 4-ാം തീയതി അവരുടെ സ്വപ്നഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. അക്കാലത്ത് കുടിയേറ്റക്കാരെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു ഘടകം സാംക്രമിക രോഗങ്ങൾ ആയിരുന്നു. മലമ്പനി മൂലം നമ്മുടെ പല ആളുകൾക്കും മരണം വരെ സംഭവിച്ചു. തന്മൂലം അന്നത്തെ ജന്മിമാർക്ക് തങ്ങളുടെ അധ്വാന ഫലം
വിലമുറി എന്ന സമ്പ്രദായത്തിൽ കൊടുക്കേണ്ടി വന്നു. അതും അവരെ ദുരിതത്തിലാഴ്ത്തി. എന്താടോ ഷേപ്പേ ഇതിലെയൊക്കെ? നമ്പ്യാരെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? കുറച്ച് പൈസ വേണമായിരുന്നു. കിട്ടിയോ ദീനായിട്ട് കിടപ്പാ. കുറച്ച് ദിവസമായി. നാളെ വൈദ്യുതി ഒന്ന് കാണാൻ പോണം. അതിനുള്ള പൈസ ഇല്ല. ഇപ്പോ കൃഷിയൊന്നും ഇല്ലേ? കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്, പറിക്കാറായില്ല. എത്ര മൂട് കപ്പയുണ്ട്? ഏകദേശം 2.5 ഏക്കറുണ്ട്. ഔസേപ്പേ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. 8 ഉറുപ്പിക്ക് വില മുറിക്കാം. എന്താ? അതെങ്ങനെയാ നമ്പ്യാരെ? പാതി വില പോലും ആയില്ലല്ലോ. കുറച്ചുകൂടി കൂട്ടി തന്നായിരുന്നെങ്കിൽ നന്നായേനെ. ഈ വിലക്കാണ് കച്ചവടം അങ്ങോട്ട് ഉറപ്പിക്കാം. എന്നാലും എന്നാലും ഇല്ല. ഈ വിലയ്ക്ക് സമ്മതിച്ച പണം മേടിച്ചോണ്ട് പോയിക്കൊള്ളുക. പിന്നെ വിളവെടുക്കുമ്പോൾ ആ കപ്പ മുഴുവൻ നമ്മുടെ ഇല്ലത്തെത്തണം. എന്താ മനസ്സിലായോ? എന്താ ചെയ്യാനാ? വേറെ മാർഗമൊന്നുമില്ലല്ലോ. തങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ കാടുകൾ വെട്ടിത്തെളിച്ച് ഒരു കൊച്ചു വീട് വെച്ച് മണ്ണുഴുത് കപ്പയും കാച്ചിലും ചേമ്പും തെങ്ങുമൊക്കെ നട്ട് പതിയെ അവരുടെ ജീവിതം പച്ച പിടിച്ച് വരുന്നതിനിടയിലാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. ആ കപ്പ ഇട്ട് തീർന്നത് നന്നായി. ആ പണിയങ്ങ് തീർന്നല്ലോ. നാളെ കുറച്ച് ചേമ്പും കൂടെ നടണം. നമ്മുടെ അടുത്ത് വിത്തിരിപ്പുണ്ടോ? ഇല്ല, ഇവിടെ ഇരിപ്പില്ല. നമ്മുടെ ഔസേപ്പിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞേ. 5-6 മൂടിനുള്ളത് അവനോട് ചോദിച്ചു നോക്കാം. നല്ല മഴക്കാറുണ്ടല്ലോ. ഇടവപ്പാതി ആയില്ല. ഇപ്രാവശ്യം മഴ നേരത്തെയാണെന്നാണ് തോന്നുന്നത്. അയ്യോ, എൻ്റെ തുണി! റാണി! 5 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നീ എടുത്തല്ല കർത്താവേ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ശിക്ഷിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ മോളെയെങ്കിലും ചാക്കോച്ച, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടടാ. നമ്മുടെ ഈശോ തമ്പുരാന് 40 ദിവസം മരുഭൂമിയിൽ ഇതുപോലെ പരീക്ഷിക്കപ്പെട്ടതല്ലേ? നിനക്ക് ഞങ്ങളുണ്ടടാ. ഒരമ്മ പറ്റതല്ലെങ്കിലും നമുക്ക് നാനായക്കാർ ഒന്നല്ലേ? ഒരു കുടുംബമല്ലേ? ഒരു വിഷമഘട്ടം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അതല്ലേ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും അതിന് നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേരിടാം. അതല്ലേ നമ്മൾ ക്നാനായക്കാർ ചെയ്യേണ്ടത്. നിനക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പിടിക്കാം. നീ വാ. എടി, എന്തെങ്കിലും കഴിക്കാൻ എടുത്തു. എടി, മക്കള് പോയിട്ട് കൊല്ലം 4-5 ഒരു വിവരവും ഇല്ലല്ലോ. എന്നാണാവോ അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക? കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടപ്പോൾ മലബാറിൽ നിന്ന് വന്ന ഒരു കൂട്ടര് കുര്യാക്കോയെ കണ്ട കാര്യം പറഞ്ഞു. ആണോ? അവരെന്താ പറഞ്ഞേ? അവിടെ അവർക്ക് സുഖമാണോ? അതൊന്നും അച്ഛൻ പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിനകത്തൊരു വിഷമം പോലെ. എനിക്കെന്തോ ഒരു ആപത്ത് വരാൻ പോണോലെ ഒരു തോന്നല്. എൻ്റെ കണ്ണടയുന്ന സമയത്ത് തുവാലയിട്ട് മുത്താനെങ്കിലും അവൻ വരുമായിരിക്കുമല്ലേ?
വർഷങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ അവർ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങി. മലമ്പ്രദേശങ്ങൾ ചെറു ചെറു പട്ടണങ്ങളായി. സ്കൂളുകളും കോളേജുകളും ബസ്സും കാറും ഒക്കെയായി മലബാർ വികസിച്ചു. ഇവിടെ അടുത്ത തലമുറ അടുത്ത കുടിയേറ്റത്തിനായി തയ്യാറെടുക്കുന്നു. ദൂരെ നിന്നും വന്നൊരു പുതിയ ജനധാര, ജ്ഞാനായ ജനധാര. ഇങ്ങോട്ട് യാത്രയാകാൻ നിൽക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ ഞങ്ങളോട് രണ്ടുപേരോടുമായി പറഞ്ഞ ഒരു വാക്കുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും മക്കളെ ബന്ധങ്ങൾ മുറിയാതെ നോക്കണം എന്നുള്ളത്. ഇന്ന് എനിക്കും നിങ്ങളോടിത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സമുദായത്തെയും അതിലെല്ലാം ഉപരിയായി ദൈവത്തെയും മുറുകെ പിടിക്കണം. കേട്ടിട്ടില്ലേ, ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ കൈവിടാതെ ഓർക്കണം എപ്പോഴും. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റിയ ശുഭപ്രതീക്ഷതൻ യാത്ര, ദുരിത ജീവിത വ്യഥകൾ. AD 345 ദക്ഷിണ മെസപ്പൊട്ടോമിയയിൽ നിന്നും ക്നാനായ ജനത ആരംഭിച്ച കുടിയേറ്റ യാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ക്നാനായ ജനത ഉള്ളിടത്തോളം കാലം തുടരും. പുതിയ പുതിയ കാനാൻ ദേശങ്ങൾ ഒരു പുതിയ പുറപ്പാടിൻ ജനതയായവർ മണ്ണിൽ ഹൃദയം ദൈവഹിതത്തിൽ തുറച്ചു നിർത്തി സഹനം മറികടന്നു തലമുറയ്ക്കേകുവാനൊരു ചരിത്രഗാഥയിൽ ഉദയം കൊണ്ടു. ഇവിടെ എത്ര മലബാറുകാരുണ്ട് ഇവിടെ? അപ്പൊ മലബാറുകാരെല്ലാം എനിക്കൊന്ന് എണീറ്റൊന്ന് കൈയടിക്കണം. കാരണം മലബാർ കുടിയേറ്റത്തെ കുറിച്ച് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്കിറ്റാണ് ഇതിൽ കാണിച്ചത്. ഞാനും ഒരു പ്രൗഡ് മലബാറുകാരിയാണ്. ഫ്രം ചമതച്ചാൽ. ഇനി റാണിപുരം, രാജപുരം, മാലക്കല്ല്, പെരിക്കല്ലൂർ, അങ്ങനെ എല്ലാ, എനിക്കൊന്ന് നമ്മുടെ മലബാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന, ഇതൊട്ടും എക്സാഗ്രേഷൻ അല്ല. ഇതിലും കഷ്ടപ്പാട് അനുഭവിച്ചാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് അവിടെ അങ്ങോട്ട് കൂടി ഇറങ്ങിയിരിക്കുന്നത്.